പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള രാഷ്ട്രീയം ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഇ.ഡി. റെയ്ഡിൽ 2 ദിവസത്തിനു ശേഷവും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. ഇതുവരെ 12 തവണ മാധ്യമങ്ങൾ പ്രതികരണം തേടിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. വി.ഡിയുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ നടന്ന റെയ്ഡിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന LDF ആരോപണത്തിന് മറുപടി പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ചോദ്യമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വി.ഡി. ഇന്നെങ്കിലും മൗനം വെടിയുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത്. സരീഷ് പി.കെ വാർത്തയുടെ വിശകലനങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. കേരളം ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്, എന്തേ CMA മിണ്ടാത്തെ? ആ ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. കാരണം ഇതിപ്പോ ഈ ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, വിലയിരുത്താനുണ്ട്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഫൈൻ, അതൊക്കെ പറയാം. പക്ഷേ ഈ ചോദ്യങ്ങൾ എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ പോകുന്നു, അവിടെ സേവാതീർത്ഥിൽ വെച്ച് പ്രധാനമന്ത്രിയെ കാണുന്നു, അതിന്റെ തൊട്ട് പിറ്റേ ദിവസം റെയ്ഡ് വരുന്നു. അപ്പോൾ ഇതൊരു ഡീലാണ്, ഡീലിന്റെ ഭാഗമാണ്. അതൊന്ന്. രണ്ടാമത്തത്, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, അവരുടെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും അതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പലരും സംശയാസ്പദമായി, ഇപ്പം DMKയുടെ MK സ്റ്റാലിനൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ കേരളം ഭരിക്കുന്ന ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി നിശ്ചയമായും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ വി.ഡി. സതീശൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്നെങ്കിലും മൗനം വെടിയാനുള്ള സാധ്യതയുണ്ടോ സരീഷ്? രാവിലെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയിരുന്നില്ല. ED പരിശോധന കഴിഞ്ഞിന്ന് 3-ാം നാളാണ്. ആ 3-ാം നാളിലും മുഖ്യമന്ത്രി മൗനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾ സമാനമായ ചോദ്യം ചോദിച്ചപ്പോഴും മൗനം തന്നെയാണ് അദ്ദേഹം ഭുജിക്കുന്നത്. എന്തായാലും ഇനി അധിക നാൾ, എത്ര നാൾ അദ്ദേഹത്തിന് ഈ മൗനം തുടരാനാകും എന്നുള്ളതാണ് കാണേണ്ടത്. ഒരുപക്ഷെ 3 കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ വി.ഡി. സതീശൻ ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാന കാരണം ഒന്ന്, അദ്ദേഹത്തിനെതിരെ തന്നെ ഉയരുന്ന ആരോപണമാണ്. അതായത് മുഖ്യമന്ത്രി ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്നു, അവിടെ പ്രധാനമന്ത്രിയുമായും അമിത്ഷായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നു. അത് കഴിഞ്ഞ്, ആ യോഗം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെ LDF ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് ഇതൊരു ഡീലാണ്. മുഖ്യമന്ത്രി അവിടെ എത്തി പ്രധാനമന്ത്രിയെ കണ്ട് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന എന്നുള്ള ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം LDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ മറുപടി പറയും എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ കൂടുതൽ, അതായത് കേരളത്തിൽ നടക്കുമ്പോൾ അത് നിയമപരവും, ഡൽഹിയിൽ ഉൾപ്പെടെ UDF നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ പിടിക്കുമ്പോൾ അത് BJPയുടെ രാഷ്ട്രീയം എന്ന രീതിയിലാണ് കോൺഗ്രസ് നിലപാടെടുക്കുന്നത് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ മറുപടി പറയുക എന്നുള്ളത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിലവിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയില്ലെങ്കിൽ പോലും ഇന്റലിജൻസ് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുതരമായ ഇടപെടൽ, അതായത് കൃത്യമായ പോലീസ് ഇടപെട്ടില്ല എന്ന ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അപ്പോൾ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ഈ ഉണ്ടായ സാഹചര്യത്തിൽ അതിനും മറുപടി പറയേണ്ടി വരുന്ന ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് മറുപടി പറയും? കാരണം കൃത്യമായി രമേശ് ചെന്നിത്തല ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് തങ്ങളെ അറിയിക്കാതെയാണ് ED എത്തിയത്, ആഭ്യന്തര വകുപ്പിന് ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്നതാണ്. പക്ഷേ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് EDക്ക് കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തണം, കൃത്യമായി ഇടപെടണം, ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുത്, ഈ പ്രശ്നം ഉണ്ടായാൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കണം, കൃത്യമായ നടപടി എടുക്കണം എന്നൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വി.ഡി. സതീശൻ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ള ഒരു ഘട്ടം. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത്, രമേശ് ചെന്നിത്തലയുടെയും ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അന്ന് ഡയറിയിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ED അന്വേഷണത്തെ സ്വാഗതം ചെയ്താൽ അത് ഈ കുഞ്ഞാലിക്കുട്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വീട്ടിലേക്ക് ഉൾപ്പെടെ റെയ്ഡ് വന്നാൽ അതിനെ കൂടി സ്വാഗതം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി എത്തും. സ്വാഭാവികമായും അതിനെ തള്ളിപ്പറയാൻ പിന്നീട് സാധിക്കാത്തൊരവസ്ഥയിലേക്കാകും. അതുകൊണ്ട് തന്നെ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് വി.ഡി. സതീശൻ മൗനം പാലിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് നിയമസഭയിൽ സഭയിലോ അതല്ലെങ്കിൽ പുറത്തോ ഒക്കെ വി.ഡി. സതീശൻ മൗനം വെടിയുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നറിയാം. ഇപ്പം എത്ര വട്ടമായാലും ഇതിൽ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഈ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നിങ്ങളോടാണ് എല്ലാം പറയേണ്ടത്. ആരാ നിങ്ങൾ? മാധ്യമങ്ങളോട് എല്ലാം തുടക്കത്തിൽ പറയും എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങളെ അറിയിക്കാതെ പിന്നെ വേറെ ആരെ അറിയിക്കാൻ? അങ്ങനെ കൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഇത്രയും വലിയൊരു സംഭവം സംസ്ഥാനത്തുണ്ടായിട്ട് അതിൽ അദ്ദേഹം തന്നെ പ്രതിക്കൂട്ടിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ ചോദ്യമുനയിൽ പ്രതിപക്ഷം നിർത്തുമ്പോൾ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതെ മൗനം ആചരിച്ച് ഇങ്ങനെ കടന്നു പോകുന്നത് പ്രതികരിക്കുമെന്ന് കരുതാം. പിന്നെ